മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിങ് നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിത്തെ എട്ടാമത്തെ അതുപോലെ അവസാനത്തെ മിഷൻ ഇമ്പോസിബിൾ സിനിമയാണ്. ടോം ക്രൂസിൻ്റെ അവസാനത്തെ സിനിമയാണെന്നൊക്കെ പറയേണ്ടത് അതെനിക്ക് കറക്റ്റാണോ എന്നറിയില്ല. ബട്ട് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ പറയേണ്ട തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഐ മീൻ ഇറ്റ്സ് എ മിഷൻ ഇമ്പോസിബിൾ മൂവി. ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. അതന്നെ ഈ ഒരു പടം ഡെലിവർ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു കിടിലൻ ഫ്രാഞ്ചൈസിൽ ഒരു കിടിലൻ അഡീഷൻ ആയിട്ടാണ് എനിക്ക് മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിങ് ഫീൽ ചെയ്തത്. പക്ഷേ അതും പറഞ്ഞ് ഇതൊരു ദ ബെസ്റ്റ് മിഷൻ ഇമ്പോസിബിൾ മൂവിയാണോ എന്ന് പറയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുമല്ല. ഇത് ഞാൻ എൻ്റെ ഒരു ടോപ്പ് ടിയർ മിഷൻ ഇമ്പോസിബിൾ മൂവീസ് എന്ന് ഞാൻ കാണുന്ന ചില സിനിമകളുണ്ട്. അതിൻ്റെ അടുത്ത് പോലും ഈ ഒരു സിനിമ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷെ അതും പറഞ്ഞത് ഇതൊരു മോശം സിനിമയാണോ? ഒരിക്കലും അല്ല. എനിക്ക് ഈ പടത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതിലേക്ക് കയറുന്നതിന് മുന്നേ ആദ്യം തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ പെർഫോമൻസുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലാസ്റ്റ് ഓഫ് സ്റ്റാർസ് ദ ടോം ക്രൂസ്, ദ വൺ ആൻഡ് ഓൺലി. എന്താ പറയുക, ആൾക്ക് പ്രാന്താണ്. ലിറ്ററലി സിനിമ എന്ന് പറയുന്ന ആ മീഡിയത്തിനോട് അദ്ദേഹത്തിന് പ്രാന്താണ്. അദ്ദേഹത്തിന് നമ്മൾ ലാസ്റ്റ് ഓഫ് സ്റ്റാർസ് എന്ന് വെറുതെ അല്ല വിളിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ് മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിങ്. ഇതിൻ്റെ അവസാനമൊക്കെ ആൾ കാണിച്ചു കൂട്ടുന്ന ചില സ്റ്റണ്ട് പരിപാടികൾ കണ്ണടിച്ചു പോകും നമ്മൾ. അതൊക്കെ റിയലായിട്ടാണ് ആൾ ചെയ്തത് എന്ന് പറയുമ്പോൾ അത് ഒരു ടോം ക്രൂസ് ഫാൻ അത് സാധാരണയാണ്. കാരണം നമ്മളൊക്കെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. ബട്ട് എന്നാലും നമുക്ക് ചിന്തിച്ചു നോക്കണം. ഹീസ് ലൈക്ക് ഓവർ 60 years old ഐ തിങ്ക്. ആൻഡ് ആ ഒരു വയസ്സിൽ ഇമാതിരി പരിപാടി ചെയ്യാന്ന് പറഞ്ഞാൽ മാൻ സല്യൂട്ട്. ആൻഡ് ടോം ക്രൂസ് മാത്രമല്ല, ഈ സിനിമയിൽ നമ്മുടെ ഹെയ്ലി ആറ്റ്വെൽ ഉണ്ട്, ഗ്രേസ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട്, സൈമൺ പെഗ്, ബെഞ്ചി എന്നുള്ള ക്യാരക്ടറായിട്ട്, പിന്നെ വിങ് റെയിംസ് ആസ് ലൂത്തർ, അതുപോലെ പോം ക്ലെമൻറ്റോഫ് ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു താരനിര തന്നെ ഉണ്ട്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. വളരെ കരസ്മാറ്റിക് ആയിട്ടുള്ള, വളരെ ഫണ്ണി ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഫ്രാഞ്ചൈസാണ് മിഷൻ ഇമ്പോസിബിൾ. ആ ഒരു റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ദ ഫൈനൽ റെക്കണിങ്. നല്ല കിഡിലൻ ക്യാരക്ടേഴ്സാണ്. അതുപോലെ അവരുടെ പെർഫോമൻസുകളിലേക്ക് വരുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവരൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അഗൈൻ ഇറ്റ്സ് എ ഹോളിവുഡ് മൂവി. അതിൻ്റെ അപ്പുറത്തൊരു മിഷൻ ഇമ്പോസിബിൾ സിനിമയാണ്. മേക്കിംഗ് വൈസ് ദ മൂവി ഈസ് എൻ ആബ്സല്യൂട്ട് മാർവൽ. അതിൽ എനിക്ക് എടുത്തു പറയേണ്ട 2 സീനുണ്ട് ഈ പടത്തിൽ. ഒരു സബ്മറീൻ സീനും പിന്നെ ക്ലൈമാക്സും. ഈ 2 സീനും സത്യം പറയാം, ഇവർ എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് എന്നറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതിന്ന് ക്ലൈമാക്സ് സീനിൻ്റെ നമ്മുടെ കുറച്ച് ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടെങ്കിൽ പോലും മറ്റേ സബ്മറീൻ സീൻ എങ്ങനെ അവർ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് കാണാൻ വേണ്ടി ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഇത് മിഷൻ ഇമ്പോസിബിളാണ്. മെജോറിറ്റി അവർ പ്രാക്ടിക്കൽ എഫക്ട്സ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടി ഞാൻ ഡെഫിനറ്റ്ലി വളരെ വളരെ എക്സൈറ്റഡ് ആണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, വളരെ ക്രോസ്ട്രോഫോബിയ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സീനായിരുന്നു അത്. അതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ആണ് മാൻ. ആ ഒരു സബ്മറൈൻ സീൻ ആണെങ്കിലും ആ ഒരു ക്ലൈമാക്സ് സീനൊക്കെ ആണെങ്കിലും. അതുപോലെ മ്യൂസിക് അഗൈൻ മിഷൻ ഇമ്പോസിബിൾ ആണ്. സം ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ട്രാക്ക് നിറഞ്ഞ ഒരു ഫ്രാഞ്ചൈസാണ് മിഷൻ ഇമ്പോസിബിൾ. ചില BGM ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം അടിക്കും. അഥവാ സീനൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ BGM കാരണം നമുക്ക് രോമാഞ്ചം അടിക്കുന്ന കുറേ സീനുകൾ ഈ പടത്തിലുണ്ട്. അതുപോലെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ടോം ക്രൂസ് അണ്ണൻ ഓടുന്നതിന് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതിലും സെയിം ആണ്. അണ്ണൻ ഓടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ രോമം ഇടിച്ചേക്കും. അതിൻ്റെ കൂടുതൽ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വർക്ക് തന്നെ ചെയ്തു വെച്ചിരിക്കണേ. ഇനി എന്തായാലും പടത്തിൻ്റെ ഇഷ്യൂസിലേക്ക് ഞാൻ വരാം. പടത്തിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പടം സ്ട്രക്ചർ ചെയ്ത രീതിയാണ്. ആക്ച്വലി ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് സ്ട്രക്ചർ ചെയ്ത രീതിയാണ് ഞാൻ പറയാൻ തരാം. സോ യൂഷ്വലി ഒരു മിഷൻ ഇമ്പോസിബിൾ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ എക്സ്പൊസിഷൻ അല്ലെങ്കിൽ കുറേ കോൺവെർസേഷൻസിൻ്റെ സീൻസ് നിറഞ്ഞ ഒരു ഫ്രാഞ്ചൈസാണ് മിഷൻ ഇമ്പോസിബിൾ. പക്ഷെ അത് യൂഷ്വലി മിഷൻ ഇമ്പോസിബിൾ സിനിമകളിൽ ബ്രേക്കപ്പ് ചെയ്തിട്ടാണ് അവർ യൂഷ്വലി കാണിക്കാറുള്ളത്. അഥവാ അത് എൻ്റെ ഇടയിൽ ഇങ്ങനെ ആക്ഷൻ സീൻ ഇട്ടിട്ട് ആൾക്കാരെ ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് പിടിച്ചെടുത്താണ് ചെയ്യുക. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അവരൊരു ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് പഠിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു 90-95% മൊത്തം കോൺവെർസേഷൻ സീക്വൻസ്, അഥവാ ഈ എക്സ്പോസിഷൻ ഡംപ് എന്നൊക്കെ പറയില്ല, അഥവാ ഇങ്ങനെ ഈ വേൾഡ് പൊളിറ്റിക്സ്, അങ്ങനെ ഈ സ്പൈ പരിപാടികളെ പറ്റി, ടെക്നോളജി, യുദ്ധം, ലോകാവസാനം, അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ നിറച്ചിങ്ങനെ ഓഡിയൻസിലേക്ക് ഇങ്ങനെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആദ്യത്തെ ഒരു 1.25 മണിക്കൂർ ഓരോരോ കോൺവെർസേഷൻ സീൻസിലൂടെ. അത് ഡെഫിനറ്റ്ലി ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് പേഴ്സണലി ഓവർവെൽമിംഗ് ആയി തോന്നി. അത് കാരണം എനിക്കൊരു എക്സോഷൻ ഫീൽ ചെയ്തു. അത് കാരണം എനിക്കൊരു ഇഴച്ചിലും ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്തു. ഒരു പോയിന്റ് എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് ഒരു പടം ഒരു കൊളുത്തലുണ്ട്, അഥവാ ഒരു ആക്ഷൻ സീൻ ഉണ്ട്. അഥവാ ഈ ആദ്യത്തെ ഒരു 1.25 മണിക്കൂർ പടത്തിൽ സത്യം പറഞ്ഞാൽ ആക്ഷൻ ഇല്ല.
ആ ഒരു ഫസ്റ്റ് 1 hour കടന്നു കഴിഞ്ഞ പടത്തിൻ്റെ ആദ്യത്തെ ഒരു ആക്ഷൻ സീൻ തന്നെ വരണം. അവിടുന്ന് പടം അങ്ങോട്ട് കൊളുത്തി കയറി, പിന്നെ വേറെ ലെവലിലേക്ക് പടം അങ്ങോട്ട് പോകണേ. പിന്നെ ഫുൾ ആക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇത് കാരണം എന്താ സംഭവിച്ചു വെച്ചാൽ, ഇതിന് മുന്നേ ഇറങ്ങിയ ഡെഡ് റെക്കണിങ് 2.25 മണിക്കൂർ, ഇതും 2.25 മണിക്കൂറാണ്. ഈ 2 സിനിമയും സെയിം ഡ്യൂറേഷൻ ആണെങ്കിലും ഡെഡ് റെക്കണിങ് പോയ സമയം അറിയില്ല. അഥവാ അത് ചടപടാന്ന് തീർന്ന സിനിമ. കാരണം അഗൈൻ അതിലും കുറേ കോൺവെർസേഷൻ സീൻസ് ഉണ്ട്, പക്ഷെ അത് ബ്രേക്കപ്പ് ചെയ്തിട്ടാണ് അവർ ആ സിനിമയിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്ക് എവിടെയും ബോറടിക്കില്ല, നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് ആ 2.25 മണിക്കൂർ ഡ്യൂറേഷൻ ഫീൽ ചെയ്യും. അഥവാ ഇതൊരു വലിയൊരു സിനിമയാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് അത് ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ തന്നെയാണ്. എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമ എത്ര വലുതാവേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു 2.5 മണിക്കൂറിൽ ഒതുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രിസ്പ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയനെ. ബട്ട് അഗൈൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടേ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പടത്തിൻ്റെ ഒരു ടോണിനെ പറ്റിയിട്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, മിഷൻ ഇമ്പോസിബിൾ സിനിമാസ് യൂഷ്വലി ഒരു ഹ്യൂമറസ് ടോണിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമ. അഥവാ മിഷൻ ഇമ്പോസിബിൾ ഗോസ്റ്റ് പ്രോട്ടോക്കോളിന് ശേഷം ഇറങ്ങിയ എല്ലാ മിഷൻ ഇമ്പോസിബിൾ സിനിമയിലും ഹ്യൂമർ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്, ആ ഒരു ലൈറ്റ് ഹാർട്ടഡ് ടോൺ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ ഒരു സിനിമ അത് നന്നായി കുറച്ചിട്ടുണ്ട് അവർ. വളരെ സീരിയസ് ടോണിലുള്ള ഒരു മൂവിയാണ് മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിങ്. അതുകൊണ്ട് ഒരു യൂഷ്വൽ മിഷൻ ഇമ്പോസിബിൾ സിനിമയെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോകണ്ട എന്നേ ഞാൻ പറയുള്ളൂ. അഥവാ ഒരു യൂഷ്വൽ മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ ഒരു സ്ട്രക്ചറിങ്ങും അല്ല, അതുപോലെ യൂഷ്വൽ മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ ഒരു ടോണും അല്ല ഈ ഒരു പടത്തിന് കൊടുത്തിരിക്കുന്നത്. ബട്ട് അത് ഞാനൊരു മോശം കാര്യമായിട്ടല്ല പറയണേ, ഇതൊരു എക്സ്പെക്റ്റ് നിങ്ങൾ ചെയ്ത് പൊയ്ക്കോ. അഥവാ ഇതൊരു ഹ്യൂമർ നിറഞ്ഞ ഒരു സിനിമയൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. ഹ്യൂമർ ഇല്ല എന്നല്ല, ഉണ്ട്. ആൻഡ് കുറേ സ്ഥലങ്ങൾ നന്നായി വർക്കായി, ബട്ട് കുറവാണ് എന്നുള്ള കാര്യം അറിഞ്ഞു വയ്ക്കുന്നത് നന്നായിരിക്കും. എന്തൊക്കെയാണെങ്കിലും അത്രയൊക്കെ ഉള്ളൂ. മൊത്തത്തിൽ പറഞ്ഞാൽ അഗൈൻ ഒരു കിടിലൻ പടം തന്നെയാണ്. ഈ പടത്തിൽ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് ഒരു ടോപ്പ് ടിയർ മിഷൻ ഇമ്പോസിബിൾ സിനിമ അല്ലെങ്കിൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ കിടിലൻ ആക്ഷൻ ത്രില്ലർ സ്പൈ ഡ്രാമ എക്സ്പീരിയൻസ് പരിപാടി തന്നെയാണ്. ആൻഡ് ടോം ക്രൂസ് എന്നുള്ള നടനും മിഷൻ ഇമ്പോസിബിൾ എന്നുള്ള ഫ്രാഞ്ചൈസിനും ഒരു നല്ലൊരു എൻഡിങ് തന്നെയാണെന്ന് കൺസിഡർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതോടെ അവസാനിക്കും എന്നാണ് അവർ പറയണത്. അത് നമുക്കറിയില്ല, നമുക്ക് കാത്തിരുന്ന് തന്നെ നോക്കാം. എന്തൊക്കെയാണെങ്കിലും ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെ. അപ്പോൾ തിയേറ്ററിൽ മിസ് ചെയ്യേണ്ട ഈ പടം. അതൊക്കെയാണ് ദാറ്റ്സ് ഇറ്റ് ഫോർ മീ. നിങ്ങൾക്ക് സിനിമ കണ്ടവരാണ് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.